എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പിയെ മുട്ട വെച്ചിട്ട് നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് ആണ്. മാവ് കുഴയ്ക്കും പരത്തേണ്ട ഒന്നും ആവശ്യമില്ല. ആ ഒരു ഫില്ലിങ് തയ്യാറാക്കുന്ന ഒരു താമസം മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റിയ ഒരു സ്നാക്സ് ആണ്. നല്ല ചൂട് ചായയുടെ ഒക്കെ ഒപ്പം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്നാക്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് ഒരു 6 കോഴിമുട്ട ഇതുപോലെ ഒന്ന് പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു പാനിലേക്ക് ഒരു 1-2 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും 1 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി തീരെ പൊടിയായിട്ട് കട്ട് ചെയ്തതും 3/4 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി തീരെ പൊടിയായിട്ട് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കിയിട്ടെടുക്കാം. ഇതുപോലെ ഇളക്കി ആ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതൊരു 4 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് അത്യാവശ്യം വലിപ്പമുള്ള ഇതുപോലെ ഒരു സവാള ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റിയിട്ടെടുക്കാം. ഒത്തിരി അങ്ങ് വഴഞ്ഞു പോകണ്ട കേട്ടോ. അത്യാവശ്യം നമുക്ക് ഈ ഒരു സവാള ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഇതുപോലെ ഇളക്കി കൊടുത്ത് സവാള ഇതുപോലെ ഒന്ന് വാടി വരുന്ന സമയത്ത് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം പൊടിച്ചതും 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൂടാതെ 3/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടെ ഇപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പൊടികളെല്ലാം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ ഇളക്കി പൊടികളുടെ ഒരു പച്ച ചുവ മാറി വരുന്ന സമയത്ത് ഇതൊരു മീഡിയം വലിപ്പമുള്ള 2 ഉരുളക്കിഴങ്ങ് ചെറിയതാക്കി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ് കേട്ടോ. ആ ഒരു ഉരുളക്കിഴങ്ങ് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് തന്നെ ഒരു 4 മിനിറ്റോളം നന്നായിട്ട് നമ്മളിതൊന്ന് ഇളക്കിയിട്ടെടുക്കണം. ആ ഒരു ഉരുളക്കിഴങ്ങ് അത്യാവശ്യം ഒന്ന് മൊരിഞ്ഞ് വരുന്ന ഒരു രീതിയിൽ ഒരു 3-4 മിനിറ്റോളം ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് ഇളക്കിയിട്ടെടുക്കുക. അപ്പോൾ ഇതൊരു 3-4 മിനിറ്റോളം ഞാനൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 3/4 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഒരു ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ചിട്ടെടുക്കാം കേട്ടോ. തീ നന്നായി കുറച്ച് വെച്ച് കൊടുത്ത് ആ ഒരു വെള്ളമൊക്കെ വറ്റി വരുമ്പോഴത്തേക്കും ഉരുളക്കിഴങ്ങ് ഇതുപോലെ നമുക്ക് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. ഒരുപാടങ്ങ് ഉടഞ്ഞു പോകണ്ട, എന്നാൽ നന്നായിട്ട് ഉരുളക്കിഴങ്ങ് വേഗം വേണം. ആ ഒരു രീതിക്ക് വേണം നമ്മൾ വേവിച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു വെള്ളമൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് വറ്റി വരുന്ന സമയത്ത് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതൊരു 400 ഗ്രാം അളവിൽ ചിക്കന് ഞാനൊന്ന് വേവിച്ചെടുത്തിരിക്കുന്നതാണ് കേട്ടോ. ഒരു 400 ഗ്രാം ചിക്കനിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും ചേർത്ത് ഇതുപോലെ വേവിച്ചതിന് ശേഷം തീരെ പൊടിയായിട്ട് ഇതിൽ കൈ കൊണ്ടൊന്ന് പിച്ചി എടുത്തിരിക്കുന്നതാണ്. എല്ലില്ലാത്ത ചിക്കൻ ആണ് കേട്ടോ. എല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ വേവിച്ചിട്ട് ഒരു എല്ല് കളഞ്ഞിട്ട് നമ്മൾ എടുത്താലും മതി. ചിക്കൻ ഇല്ലാതെ മുട്ട മാത്രം വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്തിട്ട് എടുക്കാനാണ് കേട്ടോ. ചിക്കനും കൂടി ചേർക്കുമ്പോൾ കുറച്ചും കൂടി നല്ല ഇരട്ടി ടേസ്റ്റ് കിട്ടും ആ ഒരു ഫില്ലിങ്ങിന്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ചിക്കനും കൂടി ചേർത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിയില തീരെ പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കിയിട്ടെടുക്കാം. ഇതിൽ കുറച്ച് ഉപ്പിൻ്റെയും എരിവിൻ്റെയും കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ വീണ്ടും ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ നമ്മളിതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നമ്മുടെ ഒരു എരിവിനനുസരിച്ച് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് കണ്ടില്ല, നമ്മുടെ ഒരു ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൽ നമുക്ക് മാവ് കുഴയ്ക്കാൻ പരത്തൊന്നും വേണ്ടാന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എടുക്കുന്നത് ഇതുപോലെ ഫ്രോസൺ പൊറോട്ടയാണ് കേട്ടോ. നമ്മൾ ചുടാനായിട്ട് കടകളിൽ നിന്ന് പാക്കറ്റിൽ വാങ്ങിച്ചിട്ട് എടുക്കുന്ന ഒരു ഫ്രോസൺ പൊറോട്ടയാണ് കേട്ടോ ഇത്. ഞാനിപ്പോൾ ഇതിവിടെ ഓവനിൽ വെച്ചും അതുപോലെ തന്നെ ഗ്യാസ് അടുപ്പിൽ വെച്ചും കാണിക്കുന്നുണ്ട്. 2 രീതിയിലും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരെണ്ണം റെഡിയാക്കാൻ വേണ്ടിയിട്ട് 3 ഫ്രോസൺ പൊറോട്ടയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 2 എണ്ണത്തിനായിട്ട് 6 എണ്ണം വേണം. ഇനി നിങ്ങൾക്ക് ഒരു സ്നാക്സ് റെഡിയാക്കി എടുത്താൽ മതി എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇതിലെടുത്തിരിക്കുന്ന ചേരുവകളെല്ലാം തന്നെ നിങ്ങൾ പകുതി അളവിൽ എടുത്താൽ മതി. അതുപോലെ തന്നെ ഇത് ഫ്രോസൺ പൊറോട്ടയാണ്, നല്ല തണുപ്പുണ്ടായിരിക്കും. ഈ ഒരു ഫ്രോസൺ പൊറോട്ട നമ്മളിത് ഉണ്ടാക്കുന്നതിന് കുറച്ച് നേരം മുമ്പേ ഫ്രിഡ്ജിൽ നിന്ന് വെളിയിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കണം. എന്നിട്ട് ഈ ഒരു പൊറോട്ട നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു പരുവത്തിന് വേണം നമ്മളിത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലൊരു പാത്രത്തിലേക്ക് ഞാനൊരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ എണ്ണ നന്നായിട്ടത് തൂത്ത് കൊടുത്താലും മതി. അതിലേക്ക് ഞാൻ ഈ ഒരു ഫ്രോസൺ പൊറോട്ട ഒരെണ്ണം വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ എല്ലാ സൈഡിൽ നിന്നും ഗ്യാപ്പ് ഇട്ടതിന് ശേഷം ഇതുപോലെ ഒരു സെൻറ്റർ ഭാഗത്തായിട്ട് നമുക്ക് ആ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കാം. സൈഡിൽ നിന്ന് അത്യാവശ്യം നന്നായിട്ട് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം കേട്ടോ നമ്മൾ ഈ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതുപോലെ ഈ ഒരു ഫില്ലിങ് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് മൈദ എടുക്കുക. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് കണ്ടില്ലേ, ഈ ഒരു പരുവത്തിന് നമ്മളൊന്ന് ബാറ്റർ റെഡിയാക്കിയിട്ട് എടുക്കുക. ആ ഒരു ബാറ്റർ ഇതിൻ്റെ ഈ ഒരു സൈഡിലെല്ലാം നമുക്കൊന്ന് തൂത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് ഒരു ഫ്രോസൺ പൊറോട്ട എടുത്തിട്ട് ഇതുപോലെ പാനിലൊന്ന് ചുട്ടിട്ടെടുക്കണം.
ആ ഒരു രണ്ടാമത്തെ ലെയർ നമ്മൾ ഉള്ളിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതല്ലേ. അപ്പോൾ അതൊന്ന് വേവിച്ചിട്ട് വേണം കേട്ടോ നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരെണ്ണം നമ്മൾ ഇതുപോലെ സാധാരണ ചുട്ടിട്ട് എടുക്കുന്ന പോലെ കുറച്ച് ഓയിൽ രണ്ട് സൈഡിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ചുട്ടിട്ട് എടുക്കുക. ഇത് കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ടൊന്ന് ചുട്ടെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് ആ ഒരു സൈഡിൽ നിന്ന് ഗ്യാപ്പ് ഇട്ടിട്ട് ഇതുപോലെ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള ഒരു കോഴിമുട്ട ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഈ ഒരു മൂന്നാമത്തെ ഫ്രോസൺ പൊറോട്ട ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇത് കണ്ടില്ലേ, ഈ ഒരു സൈഡ് നല്ല പോലെ തന്നെ ചേർത്ത് നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇതുപോലെ ഒട്ടി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് ഫ്രോസൺ പൊറോട്ടയല്ലേ, അപ്പോൾ തണുപ്പ് കാണും. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കുന്നതിന് കുറച്ച് നേരം മുമ്പേ ഫ്രിഡ്ജിൽ നിന്ന് വെള്ളിയിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ തണുപ്പ് പൂർണ്ണമായും പോയി നല്ല സോഫ്റ്റായി ഒരു പൊറോട്ട കിട്ടിയാൽ മാത്രമേ നമുക്കിങ്ങനെ ഒട്ടിച്ചിട്ടെടുക്കാൻ പറ്റത്തുള്ളൂ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ആ ഒരു സൈഡ് ഒട്ടാൻ ചെറുതായിട്ട് പാടുണ്ടെങ്കിൽ ഈ ഒരു മാവ് വെച്ചിട്ട് വീണ്ടും നമ്മൾ ആ ഒരു സൈഡിലൊന്ന് സോഫ്റ്റ് ആക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇതുപോലെ നന്നായിട്ട് ഒട്ടിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അമർത്തിയും കൊടുക്കുക കേട്ടോ, വിട്ടു പോരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്കൊരു 1-2 ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പില്ലാത്ത ബട്ടർ ഇതുപോലെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു ബട്ടർ ഇതുപോലെ നന്നായിട്ട് ഞാനൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഓവനിൽ വെക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയിരിക്കുന്നതാണ്. ഇതുപോലെ തന്നെ ഞാൻ മറ്റൊരെണ്ണവും കൂടി ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ഗ്യാസ് അടുപ്പിൽ വെച്ച് നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓവനില്ലെങ്കിലും ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് നമുക്കിത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റും ഈ ഒരു സ്നാക്സ്. ഇത് നമുക്ക് ഓവനിലല്ലാതെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്, ഗ്യാസ് അടുപ്പിൽ വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഓവനിലല്ലാതെ നമ്മൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു മുകൾ ഭാഗത്തിന് ചെറിയൊരു കളർ കുറവുണ്ടായിരിക്കും. അപ്പോൾ ഒരു കളർ അത്യാവശ്യം കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ആദ്യം നമ്മൾ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം വേണം ഇതിൽ നമ്മൾ ഒരു ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ മുകളിലേക്കും ആ ഒരു ബട്ടർ ഒരു 1-2 ടേബിൾ സ്പൂണോളം ഉപ്പില്ലാത്ത ബട്ടറാണ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുശേഷം ഇതുപോലെ ഗ്യാസ് അടുപ്പിൽ വെക്കാനായിട്ട് ഒരു അടി കട്ടിയുള്ള ഒരു അലുമിനിയത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു നോൺ സ്റ്റിക്കിൻ്റെയോ പാത്രം എടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു സ്റ്റാൻഡും ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ അടച്ച് വെച്ച് കൊടുത്ത് ഒരു 6-7 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലൊന്ന് പ്രീഹീറ്റ് ചെയ്തിട്ടിരിക്കുന്ന പാത്രമാണ് കേട്ടോ. പ്രീഹീറ്റ് ചെയ്തിട്ടിരിക്കുന്ന ഈ ഒരു പാത്രത്തിലേക്ക് നമുക്കിത് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു പാത്രത്തിൻ്റെ സൈഡിലൊരു ഹോൾ ഉള്ളതാണ്. അപ്പോൾ ഇതൊന്ന് അടയ്ക്കാൻ വേണ്ടിയിട്ട് 2 സൈഡിലൊരു അലുമിനിയം ഫോയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡ് 2 തോലൊന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. ആവി ഒട്ടും തന്നെ പുറത്തേക്ക് പോകരുത്. അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഒരു മൂടിയിലോ ഹോൾ ഉള്ളതാണെങ്കിൽ നന്നായിട്ട് നമ്മൾ എന്തെങ്കിലും വെച്ചൊന്ന് അടച്ചു വെച്ച് കൊടുക്കുക, ആവി ഒട്ടും തന്നെ പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ആദ്യം നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് ഇത് ബേക്ക് ചെയ്യുക. അതിനുശേഷം തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് വീണ്ടും ഒരു 15 മിനിറ്റും കൂടി നമ്മൾ വെച്ച് കൊടുത്താൽ മതി. അപ്പോഴത്തേക്ക് നന്നായിട്ട് നമുക്കിത് റെഡിയായി കിട്ടും. ഇത് നമുക്ക് ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. 160 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 10 മിനിറ്റ് നമ്മൾ ഓവനൊന്ന് പ്രീഹീറ്റ് ചെയ്യുക. അതിനുശേഷം 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 30-35 മിനിറ്റ് ഒക്കെ വെക്കുമ്പോഴത്തേക്ക് നമുക്കിത് നന്നായിട്ട് ബേക്കായി കിട്ടും. ഓരോരുത്തരുടെയും ഓവൻ അനുസരിച്ച് ചിലപ്പോൾ സമയത്തിൽ മാറ്റം വന്നിരിക്കും കേട്ടോ. മുകൾ ഭാഗം നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ഓവനകത്തുനിന്ന് എടുത്താൽ മതി. അതുപോലെ ഓവനകത്ത് വെക്കുമ്പോൾ കുറച്ചും കൂടി നല്ല അത്യാവശ്യം ക്രിസ്പി ആയിട്ട് കിട്ടും. എന്നാൽ ഓവറായിട്ട് ക്രിസ്പി ആകാതിരിക്കുന്നതാണ് കേട്ടോ നല്ലത്. അത്യാവശ്യം നല്ലൊരു ക്രിസ്പി ആയിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ഓവനകത്തുനിന്ന് എടുക്കേണ്ടതാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഓവനകത്ത് വെച്ചത് എനിക്കിപ്പോൾ ഇതിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ ഓവനിലല്ലാതെ ഗ്യാസ് അടുപ്പിൽ വെച്ചതാണ്. ഇതും എനിക്ക് ആദ്യം ഒരു 15 മിനിറ്റ് ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്തിരുന്നു. വീണ്ടും ഒരു 15 മിനിറ്റ് തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുത്തിരുന്നു. അതിനുശേഷം ഇതുപോലെ ഇത് തുറന്ന് നോക്കിയപ്പോഴത്തേക്കും ഇതും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഓവനകത്ത് വെച്ച അത്രയും ആ ഒരു കളറും ചെറിയൊരു ക്രിസ്പിനെസ്സും കുറവുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ എല്ലാ ഭാഗവും നന്നായിട്ട് വേകുന്ന രീതിയിലും അതുപോലെ തന്നെ ഒരു സൈഡൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല ക്രിസ്പിനെസ് വന്നിട്ടുണ്ട്. മോൾ ഭാഗം മാത്രം ചെറിയൊരു സോഫ്റ്റ്നെസ് ഉണ്ടെന്നേ ഉള്ളൂ. നന്നായിട്ട് വെന്ത് നല്ല കുക്കായിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഈ ഒരു പാത്രത്തിനുള്ളിൽ നിന്ന് വെളിയിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം. ഇനി ഞാനിത് നിങ്ങളൊന്ന് കട്ട് ചെയ്ത് കൊണ്ടൊന്ന് കാണിച്ചു തരാം. ഇത് ഞാൻ ഓവനകത്ത് വെച്ചതാണ്. ഇത് കണ്ടില്ലേ, ഇത് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഓവനിലല്ലാതെ ഗ്യാസ് അടുപ്പിൽ വെച്ചതാണിത്. ഇത് നമ്മൾ കഴിക്കുമ്പോൾ ആ ഒരു സൈഡൊക്കെ നല്ലതായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഒരു മുകൾ ഭാഗം കുറച്ചൊരു സോഫ്റ്റ്നെസ് ഉണ്ടാകുമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. എന്നാലും നല്ല അടിപൊളി ടേസ്റ്റാണ്. ഓവനകത്ത് വെച്ചതും ഇതുപോലെ ഓവനിലല്ലാതെ നമ്മൾ വെച്ചതും രണ്ടും നല്ല കിടിലൻ ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുണ്ടല്ലേ, കടയിൽ നിന്ന് നമ്മളൊരു ഫ്രോസൺ പൊറോട്ട വാങ്ങിക്കുകയാണെങ്കിൽ മാവ് കുഴയ്ക്കാൻ പരത്തേണ്ട ഒന്നും ആവശ്യമില്ലാതെ തന്നെ സിമ്പിളായിട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റിയ ഒരു സ്നാക്സ് ആണ്. അപ്പോൾ നല്ല ചൂട് ചായയുടെയൊക്കെ ഒപ്പം സോസ് മുക്കി കഴിക്കാൻ പറ്റിയ നല്ല കിട്ടിയിലും ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ എഗ് സ്നാക്സ് ആണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും
താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഒരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.